നമുക്കിന്ന് മുട്ട് തേയ്മാനം അഥവാ നീ ഓസ്റ്റോ ആർത്രൈറ്റിസിന് വേണ്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പി എക്സസൈസസ് ഡിസ്കസ് ചെയ്യാം. നീ ഓസ്റ്റോ ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിന് പൊതുവെ കണ്ടുവരുന്ന സിംറ്റംസ് ആണ് മുട്ടുമടക്കി നിവർത്താനുള്ള ബുദ്ധിമുട്ട്, ജോയിൻറ്റ് സ്റ്റിഫ്നെസ് എന്ന് പറയും. അതേപോലെ തന്നെ മുട്ടിന് ചുറ്റുമുള്ള മസിൽസിലുണ്ടാവുന്ന ബലക്കുറവ്, മസിൽ എട്രോഫി, മസിൽ വീക്ക്നെസ് എന്ന് പറയാം, ബാലൻസ് ഡിഫിക്കൽട്ടി. ഇതൊക്കെയാണ് യൂഷ്വലി മുട്ട് തേയ്മാനമുള്ള പേഷ്യൻസിൽ കണ്ടുവരുന്ന സിംറ്റംസ്. അപ്പോൾ നമുക്കിന്ന് ഈ സിംറ്റംസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനറലൈസ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി എക്സസൈസസ് പരിചയപ്പെടാം. 3 സെറ്റ് എക്സസൈസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സ്ട്രെങ്തനിങ് എക്സസൈസ്, പിന്നെ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്, പിന്നെ ബാലൻസ് എക്സസൈസ് ആയിരിക്കും. അപ്പോൾ സ്ട്രെങ്തനിങ് എക്സസൈസിൽ ഫസ്റ്റ് എക്സസൈസ് ആണ് ക്വാഡ്രിസെപ്സ് ഐസോമെട്രിക്സ്. അതിൽ ഇതേപോലത്തെ ഒരു ബെഡ്ഷീറ്റ് റോൾ എടുത്തിട്ട് മുട്ടിൻ്റെ അടിയിലേക്ക് വെക്കുക. പേഷ്യൻ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലർന്ന് കിടക്കണം. പിന്നെ മെല്ലെ കാലിന് മുട്ട് ബെഡ്ഷീറ്റിലേക്ക് പ്രസ് ചെയ്യുക. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അങ്ങനെ 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യണം. 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. ഇതാണ് ക്വാഡ്രിസെപ്സ് ഐസോമെട്രിക്സ്. അടുത്ത എക്സസൈസ് ആണ് ഹാംസ്ട്രിങ്സ് ഐസോമെട്രിക്സ്. ഇതിൽ ബെഡ്ഷീറ്റ് റോള് നമ്മുടെ ഹീലിൻ്റെ അടിയിൽ വെച്ചിട്ട് ഹീല് മെല്ലെ ഒന്ന് താഴേക്ക് പ്രസ് ചെയ്യുക. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ആൻഡ് ദെൻ റിലാക്സ്. ഇതും 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം. സ്ട്രെങ്തനിങ്ങിന് വരുന്ന മൂന്നാമത്തെ എക്സസൈസ് ആണ് എഡക്ടർ പ്രസ്. ഇതിൽ 2 കാലിലും മുട്ട് മടക്കി വെച്ചിട്ട് ബെഡ്ഷീറ്റ് റോളും മുട്ടിൻ്റെ ഇടയിൽ വയ്ക്കുക, പ്രസ് ചെയ്യുക, 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ആൻഡ് ദെൻ റിലാക്സ്. സെയിം തന്നെ 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. 3 എക്സസൈസും 10 സെക്കൻഡ്സ് ഹോൾഡ് ആൻഡ് 10 ടൈംസ് റെപ്പിറ്റേഷൻ ആണ്. അടുത്ത സെറ്റ് എക്സസൈസ് ആണ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസസ്. ഇത് നമ്മുടെ ജോയിൻ്റ് ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസസ് ആണ്. ഈ എക്സസൈസിൽ പേഷ്യൻ്റ് ഒന്ന് കമന്ന് കിടക്കണം. എഫക്റ്റഡ് ലെഗിൻ്റെ മുട്ട് മടക്കുക, ആ സൈഡിൽ കൈ വെച്ചിട്ട് കാലൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ആൻഡ് ദെൻ റിലാക്സ്. അടുത്തതാണ് നീ ഫ്ലെക്ഷൻ എക്സസൈസ്. ഇത് പേഷ്യൻ്റ് സിറ്റിംഗ് പൊസിഷനിലാണ്. ഈ എക്സസൈസിൽ എഫക്റ്റഡ് ലെഗ് പതുക്കെ ഫ്രണ്ടിലേക്ക് സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോവുക ആൻഡ് ദെൻ മാക്സിമം ചെയറിൻ്റെ അടുത്തേക്ക് ഹീല് പൊങ്ങാത്ത രീതിയിൽ ബെൻഡ് ചെയ്യുക. മാക്സിമം ബെൻഡ് ചെയ്യുക. ഈ സെയിം എക്സസൈസ് 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അടുത്ത റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ആണ് കിക്ക് ബാക്സ്. എഫക്റ്റഡ് ലെഗ് മുട്ട് മടക്കി ബാക്കിലേക്ക് കിക്ക് ചെയ്യുക. 1 2 3 അങ്ങനെ 10 ടൈംസ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് എക്സസൈസ് ആണ് ബാലൻസ് എക്സസൈസസ്. ഇതിൽ പേഷ്യൻ്റ് ഒരു കാലിൻ്റെ ഹീലും ഓപ്പോസിറ്റ് കാലിൻ്റെ ടോമ് ടച്ച് ചെയ്തിട്ട് വേണം പേഷ്യൻ്റ് ഫ്രണ്ടിലേക്ക് നടക്കാൻ. പേഷ്യൻ്റ് ബാലൻസ് കുറവാണെങ്കിൽ വോളിൻ്റെ സപ്പോർട്ടോട് കൂടി ഫ്രണ്ടിലേക്ക് നടക്കാൻ പറയും. ഈ എക്സസൈസസ് 10 to 20 റൗണ്ട്സ് പേഷ്യൻസ് ചെയ്യണം. ഇപ്പോൾ കണ്ട എക്സസൈസസ് എല്ലാം ജനറലൈസ്ഡ് എക്സസൈസസ് ആണ്. ഇനി പേഷ്യൻ്റെ ഏജ്, ഹിസ്റ്ററി, മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് വേരി ചെയ്യും.